ഗുഡ് മോർണിംഗ്. മക്കൾ സുഖമായിട്ടിരിക്കുന്നല്ലോ എല്ലാവരും. നമ്മളെ മുമ്പേ എക്സാമ്പിൾസ് ആണ് ചെയ്തത് കേട്ടോ. ഇപ്പൊ നമ്മൾ എക്സസൈസ് ചെയ്ത് തുടങ്ങുകയാണ്. പേജ് നമ്പർ 5 ആണ്. എക്സസൈസ് 1.1ന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. ഞാൻ ക്വസ്റ്റ്യൻ ഫുൾ എഴുതിയിട്ടില്ല കേട്ടോ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇൻറ്റിജേഴ്സ് ഇത് കണ്ടുപിടിക്കാനാണ്. പെയർ ഓഫ് ഇൻറ്റിജേഴ്സ് ആണ്. സം -7 ആണ്, ഡിഫറൻസ് -10 ആണ്, സം 0. മുമ്പ് നമ്മൾ പഠിച്ചോണ്ട് നമ്മൾ ഇപ്രാവശ്യം സ്പീഡ് ചെയ്യാൻ പോവാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സം എന്നാ കിട്ടണം? -7. ഏതൊക്കെയോ രണ്ട് സംഖ്യകൾ തമ്മിൽ സം ചെയ്തപ്പോൾ ആൻസർ എന്നാ കിട്ടണം? -7. സം വരുവാണെങ്കിൽ എളുപ്പം അല്ലേ? നമുക്ക് അഡിറ്റീവ് ഇൻവേഴ്സ് ഒന്നും കാണണില്ല, ചുമ്മാ കൊടുത്താൽ പോരെ. നമ്മൾ പഴയ പോലെ എഴുതുക. ആദ്യം എന്നാ എടുക്കും? രണ്ട് രീതി ഉണ്ടെന്ന് പറഞ്ഞാൽ ആദ്യത്തെ രീതി ഒന്നുകൂടെ നോക്കിയാലോ. ഏതൊക്കെ സംഖ്യകൾ കൂട്ടിയാൽ 7 കിട്ടും? ഏതൊക്കെയാണ്? 4ഉം 3ഉം ആണോ? അവർക്ക് -9 കൊടുത്തങ്ങ് എഴുതി. സം വരുമ്പോൾ എളുപ്പ ഒരു പരിപാടി അത്. കണ്ടോ? നമ്മൾ അവർക്ക് എന്നാ കൊടുത്തു? -9 കൊടുത്തങ്ങ് എഴുതി. ഇതൊന്നാമത്തെ രീതി, അത് കിട്ടി. ഇനി രണ്ടാമത്തെ രീതി എന്നാണ്? അപ്പൊ ഒരു ആൻസർ കിട്ടി, -4 ആൻഡ് -3. അത് എഴുതി. ഇനി ഞാൻ രണ്ടാമത്തെ രീതി എഴുതാൻ പോവാണേ. അടുത്ത രീതി എന്നാണ്? നമ്മൾ നമ്മുടെ ആൻസർ അങ്ങോട്ട് എഴുതി വെക്കും, -7. എന്നിട്ട് ചെയ്യാൻ പറഞ്ഞത് സം ആയതുകൊണ്ട് പ്ലസ് സൈൻ കൊടുത്തു. ഇഷ്ടമുള്ള ഒരു സംഖ്യ ഇവിടോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. ഇഷ്ടമുള്ള എത്ര നിങ്ങൾക്ക് ഇഷ്ടം എത്രയാ? എനിക്കിപ്പോൾ ഇഷ്ടം 2 ആഡ് ചെയ്ത് കൊടുത്തു. ഇനി കാൽക്കുലേഷൻ -7 +2. ഇത് -7ഉം ഒരു സൈൻ ഇല്ലെങ്കിൽ പ്ലസ്, ഒരു പ്ലസും മൈനസും വന്നാൽ എന്ത് ചെയ്യും? സബ്ട്രാക്ട് ചെയ്യും. എത്രയാ? 5. ആരുടെ സൈൻ കൊടുക്കണം? വലിയ സൈൻ. തീർന്നു. ഇതായിരിക്കും ഒരു സംഖ്യ, നമ്മുടെ ഒരു ഇൻറ്റിജർ -5. പിന്നെ ഏതാണ് അടുത്തത്? ഏതാണ് ആഡ് ചെയ്ത് കൊടുത്തത്? +2. അതിന്റെ നേരെ ഓപ്പോസിറ്റ് -2. ഇത് രണ്ടുമായിരിക്കും നമ്മുടെ കിട്ടിയ ആൻസർ. ഇവിടെ കണ്ടോ? കിട്ടി -5ഉം -2ഉം. കേട്ടോ? 2 മൈനസ് വന്നു. ചെക്ക് ചെയ്ത് നോക്കിയേ. 2 മൈനസ് ആണ്. 2 മൈനസ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. ആഡ് ചെയ്തിട്ട് -10 കിട്ടിയില്ല. അപ്പൊ രണ്ടാമത്തെ ആൻസേഴ്സും കിട്ടി. ഏതൊക്കെയാണ്? -5 ആൻഡ് -2. എത്ര പെട്ടെന്നാണ് നിങ്ങൾ ഇതെല്ലാം ചെയ്തെടുക്കുന്നത് അല്ലേ? ഓക്കെ, അതേ ഉള്ളു മക്കളെ. വേറെ വലിയ പാടൊന്നുമില്ല. മാത്സ് എന്ന് പറയുന്നുണ്ടല്ലോ, അങ്ങോട്ടൊന്ന് സ്നേഹിച്ചു നോക്കിയേ. തിരിച്ച് ഇരട്ടി സ്നേഹിക്കും അല്ലേ? നമുക്ക് തോന്നല നമ്മൾ മാത്സ് പാടാണ്. ഡിഫറൻസ് -10 വരണം. ഇവിടെ ഡിഫറൻസ് ആണ് വന്നത്. അപ്പൊ നമുക്കൊരു പ്രശ്നമുണ്ട്. നമുക്ക് എന്ത് കാണണം? അഡിറ്റീവ് ഇൻവേഴ്സ്. നമുക്ക് കണ്ടു നോക്കാം. എന്ത് ചെയ്യണം? അഡിറ്റീവ് ഇൻവേഴ്സ് പറഞ്ഞാൽ ഒന്നുമില്ല. അത് നോക്കി. ഏതൊക്കെയോ രണ്ട് സംഖ്യകള് എന്ത് ചെയ്യണം? ഡിഫറൻസ് എന്ന് പറഞ്ഞു. അപ്പൊ ഡിഫറൻസിന്റെ സൈൻ കൊടുക്കണ്ടേ? ചെയ്താൽ ആൻസർ എന്നാ വരണം? -10. അപ്പൊ നമ്മൾ -10 ആദ്യം എഴുതി. എന്നിട്ട് എന്ത് സൈൻ ചെയ്യാൻ ചോദിച്ചാൽ ഡിഫറൻസ് ആയതുകൊണ്ട് ഡിഫറൻസിന്റെ സൈൻ കൊടുത്തു. ഇഷ്ടമുള്ള സംഖ്യ ആഡ് ചെയ്ത് കൊടുത്തു. എത്ര ആഡ് ചെയ്യണ്ടേ? നമുക്കൊരു 6 കൊടുക്കാം. 6 എന്ത് 6 ആഡ് ചെയ്ത് കൊടുത്തേ? +6 ആണ്. ഇനി ചെയ്ത് തീർന്നോ? ഇല്ല. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കാൽക്കുലേഷൻ ചെയ്യുമോ? നമുക്ക് എപ്പോഴും കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ഇവിടുത്തെ സൈൻ പ്ലസ് ഇട്ട് ചെയ്യുന്നതായിരിക്കും എളുപ്പം. അതിനുവേണ്ടിയാണ് നമ്മൾ എന്ത് കാണും? ഉടനെ തന്നെ അഡിറ്റീവ് ഇൻവേഴ്സ് കാണും. അഡിറ്റീവ് ഇൻവേഴ്സ്. അപ്പം അഡിറ്റീവ് ഇൻവേഴ്സ് ചെയ്യുമ്പോൾ ഇവർക്ക് എന്തെങ്കിലും മാറ്റം വരുത്തുവോ? ഇല്ല. അവരെ അതുപോലെ തന്നെ അങ്ങ് എഴുതും. ഇവിടെ തൊട്ട് മാറ്റം. ഈ -10 ആകും പ്ലസ്, ഈ +6 എന്നാകും -6. വന്നല്ലോ. 2 മൈനസ് സൈൻ ആഡ് ചെയ്യാൻ വന്നേക്കുക. 2 മൈനസ് സൈൻ. 2 മൈനസ് വന്നാൽ ആഡ് ചെയ്തിട്ട് -സൈൻ. ആൻസേഴ്സ് കിട്ടിക്കഴിഞ്ഞു. ഒരാൻസർ -16 ആയിരിക്കും. ഒരാൻസർ നമ്മൾ എന്താണ് ആഡ് ചെയ്ത് കൊടുത്തത്? +6. അതിന്റെ നേരെ ഓപ്പോസിറ്റ് -6. നമ്മുടെ ആൻസേഴ്സ് കിട്ടി. -16ഉം -6ഉം. ഇതാണ് ആൻസേഴ്സ്. ഇത്രയും നിങ്ങൾ എക്സാമിന് ചെയ്തിട്ടാൽ മതി. ഇനി നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി, ഈ ആൻസർ കിട്ടുമെന്ന് മനസ്സിലാകാൻ വേണ്ടി ഞാനത് ചെയ്ത് കാണിക്കാൻ പോവാണ്. ഇത് ചെയ്തേ. -16 അതുപോലെ എഴുതി. കണ്ടോ? -സൈൻ ആണ് ഇവിടെ വന്നത്. -സൈൻ വെച്ച് ചെയ്യാൻ പാടാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അഡിറ്റീവ് ഇൻവേഴ്സ് ആണ് ഇവിടെ തൊട്ട്. അപ്പൊ വേറെ ഒന്നും നിങ്ങൾ അറിയിക്കേണ്ട. ഇങ്ങനെ കാൽക്കുലേഷനിൽ -സൈൻ ആണ് വരുന്നെങ്കിൽ ഉടനെ നിങ്ങൾ ഇവിടെ തൊട്ട് അഡിറ്റീവ് ഇൻവേഴ്സ് അങ്ങ് ചെയ്തോണം. -n ആയിട്ട് മാറും. പ്ലസ് -6 എന്നായിട്ട് മാറും മക്കളെ. +6 അഡിറ്റീവ് ഇൻവേഴ്സ് ചെയ്താ കേട്ടോ. കണ്ടോ? ഒരു പ്ലസ് സൈനും ഒരു മൈനസ് സൈനും. പ്ലസ് മൈനസ് വന്നാൽ സബ്ട്രാക്ഷൻ. 16 - 6
10. ആരുടെ സൈൻ? വലുതിൻ്റെ സൈൻ. ആൻസർ കിട്ടി -10. എളുപ്പമല്ലേ? ഒരെണ്ണം ചെയ്താൽ പോരെ. നിങ്ങളിപ്പോൾ പഠിച്ചു, മുമ്പത്തെ എക്സാമ്പിൾസ് ഇതെല്ലാം കൂടെ ആയപ്പോൾ നിങ്ങൾ പഠിച്ചു. ഇനി നിങ്ങൾ തന്നെത്താനെ കുറേ ചുമ്മാ ഇട്ട് കൊടുത്ത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കി ഇതുപോലെ കിട്ടുമോന്ന്. ഓക്കെ, ഇനി നമ്മൾ തേർഡ് വൺ ചെയ്യാൻ പോവാണ്. സം എന്നാണ്? 0. നമ്മൾ മുമ്പേ പറഞ്ഞാണ് ഏതൊക്കെയോ 2 സംഖ്യകൾ സം ചെയ്താൽ ആൻസർ 0. ഫസ്റ്റ് മെത്തേഡ് ഇഷ്ടമുള്ള സംഖ്യ ഇട്ട് കൊടുക്കുക. പക്ഷെ ഒരെണ്ണം പോസിറ്റീവ് ഒരെണ്ണം നെഗറ്റീവ്. ഞാൻ ഈ പ്രാവശ്യം 11 ആയിരുന്നു. ഇവിടെ -11, ഇവിടെ +11. ആൻസർ 0യാ. ഒരു പ്ലസ് ഒരു മൈനസും വന്നാൽ മൈനസ് ചെയ്തിട്ട് 11 0. ഇനി അങ്ങനെയല്ല, നിങ്ങൾക്ക് വേറെ രീതി ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് മുമ്പേ ചെയ്ത പോലെ ആദ്യം ആൻസർ അങ്ങോട്ട് എടുത്തെഴുതും. എന്ത് കാണാൻ പറഞ്ഞു? സമ്മായോട് സൈൻ കൊടുത്തു. ഇഷ്ടമുള്ള സംഖ്യ ഞാൻ ഇവിടെ 12 കൊടുത്തിട്ടെ. ഇതിന് പ്ലസ് അല്ലേ വന്നേ? അടിച്ച് ഇൻവേഴ്സ് കാണണം. വേണ്ടല്ലേ? വേണ്ട. എന്നാ മൈനസ് വരുമ്പോഴാണ് നമ്മൾ സബ്ട്രാക്ഷൻ വരുമ്പോൾ അടിച്ച് ഇൻവേഴ്സ് കാണുന്നത്. പ്ലസ് വരുമ്പോൾ ഒന്നും ചെയ്യണ്ട. 0 + 12 എത്രയാ? 12. ആൻസേഴ്സ് കിട്ടിയില്ലേ? ഒന്നേതാണ് കിട്ടുന്ന ആൻസർ. പിന്നെ നമ്മൾ എന്താണോ ആഡ് ചെയ്ത് കൊടുത്തത് നമ്മൾ ഒരെണ്ണം ഇട്ട് കൊടുക്കുമല്ലോ. അവരുടെ പ്ലസ് സൈനാണ്, നേരെ ഓപ്പോസിറ്റ് സൈൻ. കണ്ടോ? ഒരു 12 -12. ഇവിടെ സെയിം അല്ലേ വന്നത്? ഒരു പ്ലസും മൈനസും. 0 നമുക്ക് നിങ്ങൾക്ക് എളുപ്പമായിട്ട് ചെയ്യാം. എളുപ്പമല്ലേ മക്കളെ? ഓക്കെ, എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. വായിച്ച് പഠിക്കല്ലേ, ചെയ്ത് നോക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ കൂടെ ചെയ്യാൻ കൂട്ടുകാരോടൊക്കെ പറയാം. ഓക്കെ, താങ്ക് യു.